ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഉമർ ഫൈസി മുക്കത്തെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്ന ലീഗ് അനുകൂല സുന്നി നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സമസ്തയിൽ പൊട്ടിത്തെറി. ഉമർ ഫൈസിയുടെ രാജി ആവശ്യപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങളെ സമസ്ത വിദ്യാർത്ഥി സംഘടന ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി ലീഗ് വിരുദ്ധ ചേരി രംഗത്തെത്തി. ഹമീദ് അലി ശിഹാബ് നടത്തുന്നത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമെന്നാണ് ആരോപണം. വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചരണം നടത്തുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഉമർ ഫൈസിക്കെതിരെ ലീഗ് അനുകൂല നേതാക്കൾ കഴിഞ്ഞ ദിവസം സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. വി എസ് രഞ്ജിത്ത് തുടരുന്നുണ്ട് നമുക്കൊപ്പം. രഞ്ജിത്ത്, ഇപ്പോൾ ഈ ഉമർ ഫൈസി നേരത്തെ തന്നെ ലീഗിനെതിരായി പണക്കാട്ട തങ്ങന്മാർക്കെതിരായി പലതരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ള വിമർശനം ശക്തമാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം CPM വേദിയിലെത്തി സ്വയം സഖാവ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗമൊക്കെ നടത്തിയത്. ഇപ്പോൾ എന്താണ് നടക്കുന്ന ചർച്ചകൾ രഞ്ജിത്ത്? സമസ്തയിലൊരു പൊട്ടിത്തെറിയിലേക്ക് എന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം രണ്ട് ഗ്രൂപ്പുകളും ഒരു പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നു. മലപ്പുറത്ത് CPMന്റെ വേദിയിൽ പോയി ഉമർ ഫൈസി മുക്കം ലീഗിനെ വിമർശിച്ചതാണ് വലിയ പൊട്ടിത്തെറിയിലേക്ക് അല്ലെങ്കിൽ വലിയ വിമർശനങ്ങളിലേക്കും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും കടന്നിരിക്കുന്നത്. ലീഗ് ഒരു RSSകാരെ തന്നെ വഖഫ് ബോർഡിൽ നിയമിക്കാൻ സന്നദ്ധരായി നിൽക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം CPM വേദിയിൽ പോയി ഉമർ ഫൈസി മുക്കം പറഞ്ഞത്. മാത്രമല്ല, 2 മുസ്ലിം അംഗങ്ങളെ നിയമിക്കാൻ സർക്കാരിന് തിടുക്കമാണ്. KS ഹംസയെയും സഖാവ് എന്ന് വിശേഷിപ്പിക്കുന്ന തന്നെയും ഒക്കെ ഒഴിവാക്കി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് സമസ്തയുടെ സെക്രട്ടറി എന്ന നിലയിൽ പദവിക്ക് നിരക്കാത്തതാണ് എന്നും UDFലും ലീഗിനുമെതിരെ നുണകൾ പ്രചരിപ്പിക്കുകയാണ് ഉമർ ഫൈസി മുക്കമെന്നും അതുകൊണ്ട് സമസ്ത മുഷാവറയിൽ നിന്ന് ഉമർ ഫൈസി മുക്കത്തെ പുറത്താക്കണമെന്ന് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം SKSSFന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, നാസർ ഫൈസി കൂടത്തായെ പോലുള്ള ആളുകൾ, ഓണംപള്ളി ഉസ്താദിനെ പോലുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഒരു പ്രസ്താവന, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ഉൾപ്പെടെ ലീഗ് അനുകൂല വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ ഇന്നലെ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു. ഉമർ ഫൈസി മുക്കത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട്. അത് ലീഗ് അനുകൂല വിഭാഗമാണ് നടത്തിയെങ്കിൽ അതിനെ തുടർന്ന് ലീഗ് വിരുദ്ധ വിഭാഗം, ഷജറകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ലീഗ് വിരുദ്ധ വിഭാഗം ഇന്നലെ രാത്രിയോടുകൂടി മറ്റൊരു പ്രസ്താവന നടത്തി. SKSSFന്റെ സംസ്ഥാന അധ്യക്ഷനായ ഹമീദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളാണ് സമസ്തയുടെ നിലപാടുകൾക്ക് യോജിക്കാത്തതായിട്ടുള്ളത്. വാഫി വിഷയത്തിലൊക്കെ സമസ്ത വിരുദ്ധ നിലപാടാണ് ഹമീദ് അലി ശിഹാബ് തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഹമീദ് അലി ശിഹാബ് തങ്ങളെ പുറത്താക്കണം എന്നുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നു. എന്ന് പറഞ്ഞാൽ സമസ്തക്കുള്ളിലെ ലീഗ് അനുകൂല വിഭാഗവും ലീഗ് വിരുദ്ധ വിഭാഗവും മുഖാമുഖം നിന്നുകൊണ്ട് പോർ വിളിക്കുന്ന കാര്യമാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഇതിൽ മറുപടി പറയേണ്ടത്. സമസ്തയ്ക്ക് ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഇല്ല. ആലിക്കുട്ടി മുസ്ലിയാരുടെ മരണത്തിന് ശേഷം പകരക്കാരനായി മറ്റൊരാളെ നിയോഗിച്ചിട്ടുമില്ല.